നമ്മുടെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ദിലീപ് മാഷ് നമ്മോടൊപ്പം ഉണ്ട്. ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി വളരെ സജീവമായി പോകാണ്ട്. ദിലീപ് മാഷെ, ഇതാ എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ കുട്ടികളാണ് നമ്മുടെ കോഴിക്കോട് റവന്യൂ ജില്ലയുടെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്നത്. ഏകദേശം 400ഓളം വളണ്ടിയർമാർ, SPC, അതുപോലെ തന്നെ NSS, സ്കൗട്ട്, ഗൈഡ്, അതുപോലെ തന്നെ മുഴുവൻ സന്നദ്ധ സ്കൂൾ പ്രവർത്തിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകളും നമ്മളോട് തോളോട് ചേർന്ന് ഈ മേള വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. നല്ല കഠിനാധ്വാനമാണ് ഈ സന്നദ്ധ സേവകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വേദികളിലെയും നിയന്ത്രിക്കുന്നത് ഇവരാണ്. ഇവർ ഏകദേശം 19ഓളം വേദികൾ രാവിലെ മേള തുടങ്ങുന്നതോടൊപ്പം തന്നെ വൈകുന്നേരം 5 മണി വരെ ഒരു ഷിഫ്റ്റും, അത് കഴിഞ്ഞ് 5 മണിക്ക് ശേഷം മേള അവസാനിക്കുന്നതുവരെ വേറെ ഷിഫ്റ്റായിട്ട് ഏകദേശം 19 വേദികൾ ഇവർ കർട്ടൻ വലിക്കാനും അതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണവും അതുപോലെ തന്നെ നമ്മുടെ ക്രമസമാധാന നിലയും എല്ലാം ഇവർ തന്നെ നിയന്ത്രിക്കുകയാണ്. ഇവരുടെ സേവനം മഹത്തരമായ ഒരു സേവനമാണ്. അതോടൊപ്പം SPC, NSS, അതുപോലെ തന്നെ നമ്മുടെ സ്കൗട്ട്, JRC, എല്ലാ സന്നദ്ധ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകളും ഇതിൻ്റെ പിറകിലുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ പോലീസ് യൂണിറ്റ് അവർ നല്ല ഒരു പങ്കാളിത്തമാണ് നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ രാത്രിയിൽ നമ്മളുടെ സ്റ്റേജിൽ കർട്ടൻ വലിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ റോവേഴ്സ് കർട്ടനെയാണ്. അതായത് ചെറിയ കുട്ടികൾ രാത്രി ഉണ്ടാകുന്ന അസൗകര്യം മൂലം റോവേഴ്സ് സ്കൗട്ടിൻ്റെ സേവനം നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം 25ഓളം റോവേഴ്സ് സ്കൗട്ട് നമ്മളുടെ വിവിധ വേദികളിലായിട്ട് കർട്ടനും മറ്റു കാര്യങ്ങൾക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായാലും ഈ വേള വിജയിപ്പിക്കാനുള്ള ഒരു വലിയ പരിശ്രമം തന്നെ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി നടത്തി വരികയാണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഈ 19 വേദികളിലും അതുപോലെ തന്നെ പോലീസ് സേനയുടെ സേവനത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? പോലീസ് സേനയുടെ സേവനം എല്ലായിടത്തും വളരെ സജീവമായിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചാൽ അത് ആ സമയത്ത് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനുള്ള ആക്ഷൻ എടുക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. മറ്റന്നാൾ നമുക്ക് ഇവിടെ നമ്മളെ ബാൻഡ് മേളം നടക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ വർഷം നമുക്കുണ്ടായ ഒരു ദുരനുഭവത്തിൻ്റെ പേരിൽ ഈ പ്രാവശ്യം നമ്മളവിടെ വളരെ ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനും എന്തായാലും നമ്മൾ ഭാരവാഹികളെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഇതിൻ്റെ DD ഓഫീസ് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾ ഉറപ്പ് തന്നാണ്. എന്നാലും ഞങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ മറ്റന്നാൾ നടക്കുന്ന ബാൻഡ് മേളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ചയാണ് അവിടെ ബാൻഡ് മേളം നടക്കുന്നത്. അവിടെ ഒരു പ്രത്യേക ശ്രദ്ധ എന്തായാലും നമ്മളുടെ ഈ ലോ ആൻഡ് ഓർഡർ ടീമിൻ്റെത് ഉണ്ടായിരിക്കുന്നതാണ്. സുഹൈൽ മാഷി അതുപോലെ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ധനേഷ് ബുദ്ധൻ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ കലാമേള കാണാൻ വന്നപ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ നല്ലൊരു പോസിറ്റീവായ അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. കാരണം കുട്ടികളെല്ലാവരും മൊബൈൽ അഡിക്ഷൻ, അതുപോലെ ഇന്റർനെറ്റ് അഡിക്ഷൻ, അതുപോലെ തന്നെ അമ്മമാരാണെങ്കിലും പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പലതരത്തിലുള്ള പിന്നെ ചുറ്റുപാടിൽ നിന്ന് ഒരു പുതിയ അനുഭവത്തിലേക്ക് അവർ വന്നൊരു നല്ലൊരു സുവർണമായൊരു കാഴ്ച വളരെ സന്തോഷമുണ്ട്. പിന്നെ എല്ലാവരും പിന്നെ വളരെ ഹാപ്പിയാണ്. പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ തന്നെ കലാകാരന്മാരിവിടെ പിന്നെ അടുത്തുള്ള അയൽപക്കത്തുള്ളവരൊക്കെ കൂടി വന്നിട്ട് ഒരു പഴയ കാലത്തെ നമ്മൾ വീണ്ടും തൊട്ടു നടത്തുന്ന അനുഭവം ശരിക്കുണ്ടായി. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇതുപോലത്തെ ഒരു കലാമേളകൾ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടുമ്പോഴാണ് നമുക്ക് ഒരുപാട് പിന്നെ കുട്ടികളുടെ ചിന്തകളാണെങ്കിലും പാരൻസിൻ്റെ ചിന്തകളിലാണെങ്കിലും എല്ലാം തന്നെ മാറ്റപ്പെടുന്നത്. അപ്പം ഇനിയും ഇതുപോലത്തെ വലിയൊരു മേളകൾ എല്ലാ ജില്ലകളിലും കുട്ടികളെയും അതുപോലെ തന്നെ പാരൻസിനെയും പ്രായമുള്ളവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ മെന്റൽ ഹെൽത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും. സുഹൈൽ മാഷേ പറഞ്ഞോളൂ. വളരെ മികച്ച രൂപത്തിലാണ് നമ്മുടെ എല്ലാ വേദികളിലും കലോത്സവത്തിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ രജിസ്ട്രേഷൻ കമ്മിറ്റി ആയിരുന്നു എടുത്തത്. അപ്പോൾ അതിൻ്റെ കൺവീനറായിരുന്നു ഞാൻ. ഈ വർഷം ഞങ്ങൾ ട്രോഫി അതിമികച്ച രൂപത്തിൽ, കഴിഞ്ഞ വർഷത്തെ പ്രയാസങ്ങൾ ചില പ്രയാസങ്ങൾ വന്നു പോയിട്ടുണ്ട്, അതെല്ലാം മാറ്റി അതിനേക്കാൾ മികച്ച രൂപത്തിൽ ആണ് ട്രോഫി റെഡിയാക്കിയിരിക്കുന്നത്. സാഹിത്യ നഗരിയിലെ കലോത്സവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊമെൻറ്റോസ് ആണ് കൊടുക്കുന്നത്. എന്തായാലും എല്ലാ സ്റ്റേജിലും നല്ല മികച്ച രൂപത്തിലാണ് എല്ലാ പ്രോഗ്രാമുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും.